ഇതാണ് ഒരു സ്പെഷ്യൽ റൈസ്. വേണമെങ്കിൽ ഫിഷ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം. ഇതാണ് ഫിഷ് ഫ്രൈഡ് റൈസ്. അതുണ്ടാക്കാൻ വേണ്ടത്, ഞാൻ എടുത്തത് 2 കപ്പ് ബിരിയാണി റൈസാണ്, ബാസ്മതി റൈസ് എടുത്തത്. അത് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറപ്പ, കറാമ്പു, ഏലക്ക മുതലായവയാണ് ഇട്ടെടുത്തത്. ഇനി ഇതിലേക്ക് റൈസ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് റൈസിന് 1 കപ്പ് റൈസിന് വേണ്ടി 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസ് വെന്ത് വന്നാൽ നമുക്ക് മൂടി ഒന്ന് മാറ്റാം. ഇപ്പോൾ റൈസ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തെടുക്കാം. ഗീ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തും ഗീ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് കുറച്ചും കൂടി വേവാനുണ്ട്. അതും കൂടി വെന്ത് വന്നാൽ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം കേബേജ്, കുറച്ച് ബീൻസ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, പിന്നെ നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ്, ചെറുങ്ങനെ അരിഞ്ഞ ബീൻസ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ കാബേജ്. ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഉപയോഗിച്ചത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട സോസ് നോക്കാം. സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്. അത് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, എല്ലാം കുറച്ച് മതി. പിന്നെ സോയാ സോസ്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഈ റൈസിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സാവധാനം മിക്സ് ചെയ്താൽ മതി. ഈ റൈസും വെജിറ്റബിൾസും നന്നായി മിക്സായി വരണം. ഇത് സാവധാനം മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഫ്രൈ ആണ്, ഇതൊരു കേര ഫ്രൈ ആണ്. അത് ചെറുതായി കഷ്ണം കഴിച്ചതാണ്. അത് അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫിഷ് ഫ്രൈഡ് റൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.